ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 91 സങ്കീർത്തനം 4 തിരുവചനം. സങ്കീർത്തകനായ ദാവീദ് കർത്താവിൻ്റെ വിശ്വസ്തത നമുക്ക് നൽകുന്ന നന്മകളെക്കുറിച്ച് പങ്കുവയ്ക്കുകയാണ്. കർത്താവിൻ്റെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. എന്തുമാത്രം പ്രത്യാശ തരുന്ന വാഗ്ദാനമാണിത്. നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. അവിടുത്തെ വിശ്വസ്തത നമുക്ക് കവചവും പരിചയവുമാണ്. ദാവീദ് തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചറിഞ്ഞ ആ ദൈവപരിപാലനയുടെ, കർത്താവിൻ്റെ വിശ്വസ്തതയുടെ ആഴം എത്ര വലുതാണെന്ന് നമ്മോട് പങ്കുവയ്ക്കുകയാണ്. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഒരുപാട് വേദനാജനകമായ, വളരെ സങ്കടത്തിൻ്റെയും ദുരിതത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഉറപ്പ് തരികയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും കർത്താവിൻ്റെ വിശ്വസ്തത നമുക്ക് കവചവും പരിചയവുമാണ്. ഈ വചനം തരുന്ന ഉറപ്പിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ, ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ, നമ്മെ അലട്ടുന്ന നിരവധിയായ പ്രതിസന്ധികളുണ്ട്. നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, അവരുടെ ഭാവി, അവരുടെ പഠനം, അവരുടെ തൊഴിൽ മേഖലകൾ, ജീവിത മണ്ഡലങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ, കുടുംബത്തിൽ അടിക്കടിക്കുണ്ടാകുന്ന ചില തകർച്ചകൾ എന്നു വേണ്ട ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുൻപിലുണ്ട്. ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അനേകരെ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ കണ്ണുകൾ കാണുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം ഉറപ്പ് തരികയാണ്, കർത്താവിൻ്റെ വിശ്വസ്തത നമുക്ക് കവചവും പരിചയവുമാണ്. ഈ വാഗ്ദാനത്തിൽ പൂർണ്ണമായി ഹൃദയം ഉറപ്പിച്ച് നമ്മൾ അല്പസമയം കർത്താവിനെ മനം തുറന്ന് പാടി ആരാധിക്കാൻ പോവുകയാണ്. നമ്മളായിരിക്കുന്നിടത്ത് ഒന്ന് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി, കർത്താവായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഇന്നത്തെ ശുശ്രൂഷകളെ നയിക്കണമേ. ദൈവവചനത്തിനായി ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഒന്നിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിൻ്റെ ശക്തമായൊരു അഭിഷേകം നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ തലമുറകളിലേക്ക്, നമ്മുടെ സമൂഹങ്ങളിലേക്ക്, സഭ മുഴുവനിലേക്കും വ്യാപരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ അടിച്ച് എല്ലാം മറന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കം ഹോളി സ്പിരിറ്റ്. ആത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഞങ്ങളെ വഴി നടത്തണമേ. കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്, സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് നമ്മൾ ഒന്നിച്ച് ചേർന്ന് പാടുന്നു. ആമേൻ. ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയ തീയേ, കം ഹോളി സ്പിരിറ്റ്. ഞങ്ങളുടെ കുടുംബങ്ങളെ പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ. ഓരോ ഭവനത്തിലേക്കും വരണമേ. ഓരോ കുടുംബത്തെയും ആശീർവദിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ.
സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്ത്. കരങ്ങൾ ഉയർത്തിയടിച്ച് പാടുന്നു. ആത്മനദിയായൊഴുകി എന്നിൽ ഇന്നു വാ, ഹോളി സ്പിരിറ്റ് ആത്മശക്തിയായൊഴുകി എന്നിൽ ഇന്നു വാ, ആത്മാവേ വരണമേ, ആത്മനദിയായൊഴുകി എന്നിൽ ഇന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിൽ ഇന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ. വലിയ ദാഹത്തോടെ ആത്മാവിനെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, പെരുമഴ പോലെ പെയ്തിറങ്ങണമേ, തീ പോലെ കത്തി പടരണമേ. സ്പിരിറ്റ് മൂവ്, ഹോളി സ്പിരിറ്റ് മൂവ്. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധാത്മാവേ, ഞാൻ സ്നേഹത്തോട് ഉച്ചത്തിൽ വിളിച്ച്, പരിശുദ്ധാത്മാവേ, വലിയ സ്നേഹത്തോട് ഒന്നിച്ചു വിളിക്കുന്നു. ആത്മാവേ, ഞങ്ങളുടെ മധ്യേ വരണമേ, വരണമേ. ഇരു കരങ്ങളും ഉയർത്തി എല്ലാം മറന്ന് നമ്മുടെ മധ്യേ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുവാൻ, പരിശുദ്ധാത്മ ശക്തിയാൽ, പരിശുദ്ധാത്മ കൃപകളാൽ, പരിശുദ്ധാത്മ അഭിഷേകത്താൽ നാം എല്ലാവരും പൂരിതരാകുവാൻ എല്ലാം മറന്ന് ഇരു കരങ്ങളും ഉയർത്തി ഒന്നിച്ചു വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ റൂഹായേ വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരങ്ങളിലേക്ക്, പതിനായിരങ്ങളിലേക്ക് കാലഘട്ടത്തിന് അഭിഷേകമായി പരിശുദ്ധാത്മാവേ വരണമേ. ദൈവവചനത്തിനായി എല്ലാ ഹൃദയങ്ങളെയും തുറക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപശക്തികള്, ലോകശക്തികള്, തിന്മയുടെ ശക്തികള്, അന്ധകാര ശക്തികള് പരിശുദ്ധാത്മ ശക്തിയാൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ഈ സ്തുതി ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളുടെ മേൽ അതിസ്വാഭാവിക കൃപകൾ പകരണമേ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനത്തിനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. പരിശുദ്ധാത്മാവേ, ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. തകർച്ചകളിലേക്ക്, പ്രതിസന്ധികളിലേക്ക്, ദുഃഖ ദുരിതങ്ങളിലേക്ക്, കൊടിയ സഹനങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Oh Spirit, anoint us. Glory, glory, glory Jesus. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവേ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവേ. ആത്മാവേ വരണമേ, ഞങ്ങളിൽ നിറയണമേ. എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് come Holy Spirit, come Holy Spirit, come Holy Spirit. ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധമേ, ഞങ്ങളെല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങൾക്കായി അമ്മ പ്രാർത്ഥിക്കണമേ. വിശ്വസേ പിതാവേ, സകല വിശുദ്ധരെ, മലാഖമാരെ, നിങ്ങളുടെ മാധ്യസ്ഥവും സഹായവും ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ. പ്രിയ ദൈവമക്കളെ, കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന ആലോചന ആത്മീയ വന്ധ്യതയുടെ പ്രധാന കാരണം. ആത്മീയ വന്ധ്യതയുടെ പ്രധാന കാരണം. ഇന്ന് നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാന കാര്യമാണ് ഒരു ആത്മീയ മരവിപ്പും ആത്മീയ വന്ധ്യതയും. പരിശുദ്ധാത്മാവ് തിരുസഭയ്ക്ക് നൽകിയ വലിയൊരു വരദാനമാണ് കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം. ഈ ആത്മീയ മുന്നേറ്റത്തിലൂടെ ജനലക്ഷങ്ങൾ
കർത്താവായ യേശുവിനെ കണ്ടുമുട്ടുവാനും യേശുവിനെ ഏക രക്ഷകനായി സ്വീകരിച്ച് സാക്ഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരുവാനും ഒരുപാട് കുടുംബങ്ങൾ സ്നേഹത്തിലും കൃപയിലും വളരുവാനും എത്രയെത്രയോ തകർന്ന ജീവിതങ്ങൾ ദൈവവചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ബലപ്പെടുവാനും പതിനായിരങ്ങൾ മാനസാന്തരത്തിന് ഫലങ്ങൾ അനുഭവിക്കുവാനും ഈ ആത്മീയ മുന്നേറ്റത്തിലൂടെ പരിശുദ്ധാത്മാവ് തൻ്റെ സഭയെ സഹായിച്ചു. എത്രയോ ആയിരങ്ങളാണ് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി, സുവിശേഷത്തിന് മുന്നേറ്റത്തിന് വേണ്ടി തങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ച് പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്കായി ജീവിതങ്ങളെ കർത്താവിനായി ഏൽപ്പിച്ചു കൊടുത്തത്. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് സഭയിൽ ഈ വിധത്തിലുള്ള അഭിഷേകത്തിൻ്റെ ഒരു വേവ്, ഒരു തരംഗം തന്നെ രൂപപ്പെട്ടത്. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ ഒരു ആത്മീയ മരവിപ്പും മന്ദോഷ്ണതയും, വിളിക്കപ്പെട്ടവർക്ക് പോലും ഒരു നിസ്സംഗതയും നിഷ്ക്രിയത്വവും എല്ലാം നമുക്കിന്ന് കാണുവാനായിട്ട് കഴിയും. ഇന്ന് പലരും പറയുന്നൊരു കാര്യമാണ്, കർത്താവിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഇന്ന് പുതിയതായി അനേകർ സമർപ്പണത്തിലേക്ക് വരുന്നില്ല. ധ്യാനം കൂടുന്നു, വചനം കേൾക്കുന്നു, കൺവെൻഷനിൽ പങ്കെടുക്കുന്നു, എല്ലാം നന്നായിരിക്കുന്നു, മനോഹരമായിരിക്കുന്നു പറഞ്ഞ് പോകുന്നു. എന്നാൽ അതിൽ കവിഞ്ഞ് കർത്താവിനായി ഒരു വില കൊടുക്കുന്ന അനുഭവം, നമ്മുടെ ജീവിതങ്ങളെ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി, അസംഖ്യം ആത്മാക്കളുടെ നിത്യമായ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതങ്ങൾ പ്രയോജനപ്പെടുമാറ് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക്, ഒരു സമർപ്പണത്തിലേക്ക് വരുന്നതിൽ ഇന്ന് അനേകർ പിന്മാറിപ്പോകുകയാണ്. ഒരു സ്പിരിച്വൽ ബാരനസ്, ആത്മീയ വന്ധ്യത, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ശുഷ്കത എല്ലാ തലങ്ങളിലും നമുക്കിന്ന് കാണുവാൻ കഴിയും. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ ആത്മീയ തകർച്ചയുടെ യഥാർത്ഥ കാരണത്തിലേക്ക് പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിൽ നിന്ന് ഇന്ന് വെളിച്ചം വീശുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ അഭിഷേകത്തിൻ്റെ പുതിയ തരംഗങ്ങൾ ഉണ്ടാകണം. നമ്മുടെ സമൂഹങ്ങളിൽ, നമ്മുടെ മിനിസ്ട്രികളിൽ, പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ പരിശുദ്ധാത്മാവിൻ്റെ ചലനം ഇന്ന് കൂടുതൽ സജീവമാകേണ്ടതിൻ്റെ ഏറ്റവും ആവശ്യമുള്ള ഒരു നാളുകളിലാണ് നമ്മളായിരിക്കുന്നത്. കർത്താവിൻ്റെ പരിശുദ്ധ വചനം ഇതിനോട് ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത്? അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിച്ചു. എഫെസസ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 29-ാം തിരുവചനം, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ, കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനത്തിൽ നിന്ന് പരിശുദ്ധ റൂഹ എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? പല പ്രാവശ്യം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള തിരുവചനമാണിത്. മറ്റുള്ളവർക്ക്, നമ്മുടെ സംസാരം കേൾക്കുന്നവർക്ക് ആത്മീയമായ പ്രചോദനവും ആത്മീയ വളർച്ച അവർക്ക് ലഭിക്കുമാറ് നമ്മൾ സംസാരിക്കണമെന്ന് കർത്താവിൻ്റെ പരിശുദ്ധ വചനം വളരെ കർശനമായി നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഈ ആത്മീയ വന്ധ്യതയുടെയും ശുഷ്കതയുടെയും ഒരു അടിസ്ഥാന കാരണം എന്താണ് സഹോദരങ്ങളെ? നമ്മുടെ സംസാരമാണ്. ദൈവം അഭിഷേകം ചെയ്തവരെ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ നയിക്കപ്പെടുന്നവരെ പലപ്പോഴും വിമർശിക്കുന്നു, നമ്മൾ പരിഹസിക്കുന്നു, ദുഷിക്കുന്നു. പലപ്പോഴും കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ പോലും പരസ്പരം അങ്ങോട്ടിങ്ങോട്ടും പ്രകോപിപ്പിക്കുന്ന
നിന്ന വചനങ്ങൾ പറഞ്ഞ് മുറിവേൽപ്പിക്കുന്നു. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ മധ്യേ നിർജീവമായി പോകുവാൻ ഒരുപാട് ഇടവന്നിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കർശനമായ ഭാഷയിൽ ദൈവജനത്തോട് പറയുകയാണ്, നിങ്ങളുടെ സംസാരം എപ്പോഴും നിങ്ങളുടെ കേൾവിക്കാർക്ക് ആത്മീയമായ പ്രചോദനം ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കണം. മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന, അവരെ പരിഹസിക്കുന്ന, ദുഷിക്കുന്ന, മുറിപ്പെടുത്തുന്ന, അപഹസിക്കുന്ന നിന്ദാവചനങ്ങൾ ഒരിക്കലും കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടരുതെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ കൃത്യതയോടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും ഇതിനുള്ള ബന്ധത്തിൽ കാണുവാൻ കഴിയും. അപ്പോസ്തലനായ യാക്കോബ് പഠിപ്പിക്കുകയാണ്, താൻ എഴുതിയ ലേഖനം 3-ാം അധ്യായം 2-ാം വചനത്തിൽ, സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവരും പൂർണ്ണരാണ്. എത്ര പവർഫുള്ളാണ് ഈ വചനം! എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ പൂർണ്ണത പ്രാപിക്കുവാൻ, പെർഫെക്റ്റ് ആകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ വചനം ഒരേ ഒരു കാര്യമാണ് നമ്മളോട് നിർദ്ദേശിക്കുന്നത്: സംസാരത്തിൽ തെറ്റുവരുത്താതെ നാം സൂക്ഷിക്കുക. നമ്മുടെ അധരങ്ങളെ പരിശുദ്ധാത്മാവിന് നിയന്ത്രണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ അധരങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ കാത്തു സൂക്ഷിക്കുക. അഭിഷേകം ചോർന്നു പോകുന്ന, അഭിഷേകം നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിലുള്ള സംസാരങ്ങൾ, ദുഷിപ്പ് വാക്കുകൾ, പരിഹാസ വാക്കുകൾ, നിന്ദാവചനങ്ങൾ ഒരിക്കലും കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടരുത്. ഇത് വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, എന്തുകൊണ്ട് പലപ്പോഴും ഈ ആത്മീയ വരൾച്ച? ഇന്ന് ആദ്യ നാളുകളേതുപോലെയുള്ള മാനസാന്തരങ്ങൾ സംഭവിക്കുന്നില്ല. പരിശുദ്ധാത്മാവിന് ശക്തി ചോർന്നു പോയിട്ടാണോ? അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ഞാൻ പറയുന്നത് ഒരു ഗിമ്മിക്സുകളല്ല പറയുന്നത്, ജെനുവിനായിട്ടുള്ള മിറാക്കിൾസ്. പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തിന് നൽകുന്ന കൃത്യമായ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈ ആത്മീയ തകർച്ചയുടെ കാരണം? പരിശുദ്ധാത്മാവിന് ശക്തി ഇല്ലാഞ്ഞിട്ടാണോ? ഒരിക്കലുമല്ല. ദൈവത്തിൻ്റെ റൂഹ അനന്യനാണ്. അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരുവനാണെന്ന് കർത്താവിൻ്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ സംസാരത്തിലുള്ള മിതത്വമില്ലായ്മയും, നമ്മുടെ സംസാരത്തിലുള്ള നിയന്ത്രണമില്ലായ്മയും, അവിടെ അപക്വപരമായ പക്വതയില്ലാത്ത നമ്മുടെ ചില ശൈലികളും രീതികളുമാണ് പലപ്പോഴും പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ച് ഈ ആത്മീയ ശുശ്രൂഷ മേഖലകളിൽ ഇന്നൊരു മരവിപ്പും ശുഷ്കതയും സംഭവിച്ചിരിക്കുന്നത്. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ പത്രോസിലേക്ക് പറയാണ്, താൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 10-ാം വചനത്തിൽ, നിങ്ങൾ നല്ല ജീവിതം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ നാവിനെ തിന്മയിൽ നിന്നും, നിങ്ങളുടെ അധരങ്ങളെ വ്യാജ ഭാഷണത്തിൽ നിന്നും നിങ്ങൾ ശ്രദ്ധയോടെ സൂക്ഷിക്കണം. എത്ര മനോഹരമായ വചന! പലപ്പോഴും നമ്മൾ പറയാറില്ലേ, ഒരു ബെല്ലും ബ്രേക്കുമില്ലാതെ നമ്മൾ വായിൽ തോന്നുന്നത് അങ്ങ് വിളിച്ചു പറയുകയാണ്. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ വിമർശിക്കുന്നു, പരിഹസിക്കുന്നു. എത്രയോ ദൈവം തിരഞ്ഞെടുത്തവരെ ചില ക്രമക്കേടുകളും കൊച്ചു കൊച്ചു ദുഷിപ്പുകളൊക്കെ ഉണ്ട്. എന്നാൽ പലപ്പോഴും അത് പർവ്വതീകരിച്ചുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാതെ പൊതുസമൂഹത്തിൽ അപ്രകാരം ദൈവത്താൽ വിളിക്കപ്പെട്ടവരെ അപഹസിക്കുന്ന, അപമാനിക്കുന്ന ഒരുപാട് ശൈലികൾ ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് കർത്താവിനെ അറിയാത്തവരാണ് ചെയ്യുന്നതെങ്കിൽ അത്രയും കുഴപ്പമില്ല സഹോദരങ്ങളെ. കർത്താവിനാൽ വിളിക്കപ്പെട്ടവരെ പരസ്പരം ഇന്ന് പോരടിക്കുന്നു, പരസ്പരം ഇന്ന് ദുഷിക്കുന്നു, അംഗീകരിക്കാൻ കഴിയാതെ പ്രകോപിപ്പിക്കുന്നു, പരസ്പരം മുറിവേൽപ്പിക്കുന്നു. ഇതെല്ലാം ഇന്ന് ഒരുപാട് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നുണ്ട്.
പരിശുദ്ധാത്മാവിനെ സങ്കടപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അവമാനിക്കരുത്. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 7:51 പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് മറുതലിക്കരുത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ പരസ്പരം പ്രകോപിപ്പിക്കുമ്പോൾ, പരസ്പരം മുറിപ്പെടുത്തുമ്പോൾ, പരസ്പരം ദുഷിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മെ വിളിച്ചത് മനുഷ്യരല്ല, നമ്മൾ ചെയ്യുന്നത് ലോകത്തിൻ്റെ വേലയല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷകളാണ്. നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് പരിശുദ്ധ റൂഹയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസാരവും പെരുമാറ്റവും പരിശുദ്ധാത്മാവിന് ചേർന്ന വിധത്തിലായിരിക്കണം. ഇത് കൂടുതൽ മനസ്സിലാക്കാൻ സാമുവേൽ പ്രവാചകൻ 2-ാം പുസ്തകത്തിലോട്ട് വരണം. അവിടെ 6-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ രാജാവായ ദാവീദ് കുറേ യോദ്ധാക്കളെയും തൻ്റെ ജനത്തെ ഒരുമിച്ച് കൂട്ടുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയോ? കർത്താവിൻ്റെ വാഗ്ദാന പേടകം തൻ്റെ പട്ടണത്തിലേക്ക് കൊണ്ടുവരുവാൻ വളരെ ആഘോഷത്തോടെ ദാവീദും ജനവും ഒരുങ്ങുകയാണ്. 2 സാമുവേൽ 6-ാം അധ്യായം 3-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, അബിനാദാബിൻ്റെ ഭവനത്തിൽ നിന്ന് ഈ വാഗ്ദാന പേടകം ഒരു പുതിയ കാളവണ്ടിയിൽ കയറ്റി മനോഹരമായി അത് അലങ്കരിച്ചുകൊണ്ട് ഏറ്റവും ആഘോഷത്തോടെ ദാവീദ് കൊണ്ടുവരുന്നു. 5-ാം വചനം പഠിപ്പിക്കുന്നു, ദാവീദും ജനം മുഴുവൻ കിന്നരം, ചെണ്ട, സാരംഗി എന്ന് വേണ്ട എല്ലാ വാദ്യ മേളങ്ങളോടുകൂടി അവർ കർത്താവിനെ സ്തുതിച്ച് പാടുകയാണ്. അവർ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ആനന്ദത്തോടെ ആർപ്പിട്ട് ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അവർ എൻജോയ് ചെയ്യുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, എത്ര അഭിഷേകമുള്ളൊരു പ്രവൃത്തിയാണിത്. 2 സാമുവേൽ 6-ാം അധ്യായം 14-ാം വചനത്തിൽ പറയുന്നു, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ രാജാവായ ദാവീദ് കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിന് മുൻപിൽ നൃത്തം ചെയ്യുകയാണ്. നൃത്തം ചെയ്ത് എല്ലാം മറന്ന് കർത്താവിനെ ആരാധിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. വെറും ഇടയ ചെറുക്കനായ തന്നെ പിടിച്ച് ഇസ്രായേൽ മുഴുവൻ്റെ രാജാവാക്കി മാറ്റിയ കർത്താവിൻ്റെ സ്നേഹത്തെയോർത്ത്, അവിടുത്തെ വിശ്വസ്തതയോർത്ത്, കർത്താവിൻ്റെ കാരുണ്യത്തെയോർത്ത് ദാവീദ് മതിമറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഈ ഒരു കൃപയുടെ അനുഭവം ഉണ്ടാവണം. നമ്മൾ ഒരിക്കലും വന്ന വഴി മറക്കരുത്, ദൈവപരിപാലനം മറന്ന് ജീവിക്കരുത്, കർത്താവിൻ്റെ നടത്തിപ്പുകളെ വിട്ടുകളയരുത്, കർത്താവ് ചെയ്ത നന്മകളെ ഒരിക്കലും നമ്മൾ അവഗണിക്കരുത്. അത് നാശവും അപകടവുമാണെന്ന് പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് തരികയാണ്. ദാവീദ് വന്ന വഴി മറന്നില്ല. തന്നെ വിളിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ അവനെല്ലാം മറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ സമയത്ത് എന്താ ഉണ്ടായത്? 16-ാം വചനം പറയാണ്, ദാവീദിൻ്റെ ഭാര്യ മിഖാൽ എന്ന് പറയും, അവൾ സാവൂൾ രാജാവിൻ്റെ മകളാണ്. അവൾ കൊട്ടാരത്തിന് കിളിവാതിലിലൂടെ തൻ്റെ ഭർത്താവ് ഒരു ചണനൂലിട്ട് ഒരു ആഭാസനെ പോലെ ലജ്ജയില്ലാതെ ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും മുൻപിൽ നിന്ന് നൃത്തം ചെയ്യുന്നത് മിഖാല് കാണുകയാണ്. അവൾക്ക് ലജ്ജ തോന്നി. നമുക്കറിയാം, ദാവീദ് ഒരു മാനുഷിക രാജാവ് മാത്രമല്ല, അവൻ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. ദൈവമാണ് തൻ്റെ ജനത്തിൻ്റെ രാജാവായി ദാവീദിനെ അഭിഷേകം ചെയ്ത് അനോയിന്റഡ്. അവൻ അഭിഷിക്തനാണ്. ഈ അഭിഷിക്തനായ തൻ്റെ ഭർത്താവിനെ മിഖാലെ പരിഹസിക്കുകയാണ്, കുറ്റം വിധിക്കുകയാണ്. 17-ാം വചനം പറയുന്നു, അവൾക്ക് അവനോട് നിന്ന തോന്നിക്കൊണ്ടു. തൻ്റെ ഭർത്താവായ ദാവീദിനെ നിന്ദിക്കുകയാണ് അവൾ, ദുഷിക്കുകയാണ് അവൾ മനസ്സിലാക്കിയില്ല തൻ്റെ ഭർത്താവ് ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്, അവൻ അനോയിന്റഡ് പേഴ്സൺ ആണ്, അവൻ അഭിഷിക്തനാണ്. ആ കാര്യം അവൾ വിസ്മരിച്ചു, അവൾ മറന്നുപോയി. 20-21 വചനങ്ങൾ പറയുന്നു, ദാവീദ് തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിച്ചെന്നു. ഈ സമയത്ത്
തൻ്റെ ഭാര്യയായി മിഖാൽ വന്നിട്ട് പറയും, ഹേ മനുഷ്യ, താങ്കൾ ഇസ്രായേലിൻ്റെ രാജാവല്ലേ? ഒരു രാജാവായ താൻ ഒരു നാണവുമില്ലാതെ, ലജ്ജയില്ലാതെ തൻ്റെ ദാസന്മാരുടെ സ്ത്രീകളുടെ മുൻപിൽ ഇങ്ങനൊരു ആഭാസനെ പോലെ തുള്ളുവാൻ, നൃത്തം ചെയ്യുവാൻ തനിക്ക് നാണമില്ലേ എന്ന് പറഞ്ഞ് ദാവീദിനെ നമ്മൾ പരസ്യമായി പരിഹസിക്കുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ദൈവം അഭിഷേകം ചെയ്ത വ്യക്തികൾ നമ്മൾ പരിഹസിക്കുമ്പോൾ അവരിലൂടെ വെളിപ്പെടുന്ന ദൈവപ്രവർത്തികളെ, ദൈവത്തിൻ്റെ നന്മകളെ, ദൈവകൃപകളെ, ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ പലപ്പോഴും വേണ്ടവിധം മനസ്സിലാക്കാതെ, യാഥാർത്ഥ്യങ്ങൾ അറിയാതെ ഈ മിഖാലിനെ പോലെ നമ്മൾ പരിഹസിക്കുകയും ദുഷിക്കുകയും അവഹേളിക്കുകയും നമ്മൾ കളിയാക്കുകയും, ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലിരുന്നു കൊണ്ടായിരിക്കാം, ചിലപ്പോൾ സോഷ്യൽ മീഡിയ അത്രയും ഇന്ന് വളരെ ലൈവാണ്. സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കാം, വാട്സപ്പിലൂടെ ആയിരിക്കാം, ഇൻസ്റ്റഗ്രാമിലൂടെ ആയിരിക്കാം, ഫേസ്ബുക്കിലൂടെ ആയിരിക്കാം. എന്തുമാകട്ടെ, സഹോദരങ്ങളെ ശ്രദ്ധിക്കണമേ. ഈ മിഖായിൽ ദുഷിപ്പ് പറഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞു, നീ രാജാവിൻ്റെ പുത്രിയാ, നിനക്ക് കഷ്ടപ്പാടും കണ്ണുനീരും അറിയാൻ പാടില്ല. ഞാൻ എൻ്റെ അപ്പൻ്റെ ആടുകളെ മേച്ച് നടന്ന ഒരു ഇടയ ചെറുക്കനായിരുന്നു. ഈ ആട്ടിടയനായി എന്നെ പിടിച്ച് എൻ്റെ കർത്താവ് ഇസ്രായേൽ മുഴുവൻ്റെ രാജാവാക്കി എന്നെ ഉയർത്തിയെങ്കിൽ ആ കർത്താവിൻ്റെ മുൻപിൽ ഞാൻ മതിമറന്ന് ഇതിനേക്കാൾ കൂടുതൽ നൃത്തം ചെയ്ത് എൻ്റെ കർത്താവിനെ ഞാൻ ആരാധിച്ച് മഹത്വപ്പെടുത്തും. ദാവീദ് വിശ്വാസത്തോടെ, സ്നേഹത്തോടെ കർത്താവിനോടുള്ള സ്നേഹവും സമർപ്പണവും പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് തൻ്റെ ഭാര്യയുടെ മുൻപിൽ. 23-ാമത്തെ വചനം എന്താ പറയുന്നത്? 6:23, മരണം വരെ മിഖാൽ സന്താനരഹിതയായിരുന്നു, അവൾ വന്ധ്യയായി, അവൾക്ക് മക്കളുണ്ടായില്ല. ഇതിനൊരു സ്പിരിച്വൽ വെർഷൻ ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മുടെ നവീകരണ ശുശ്രൂഷകളിൽ, നമ്മുടെ ആത്മീയ മേഖലകളിൽ ഈ ശുഷ്കതയും ആത്മീയ വന്ധ്യതയുടെയും പ്രധാന കാരണം നമ്മൾ പരസ്പരം ദുഷിക്കുന്നു, നമ്മൾ പരസ്പരം പരിഹസിക്കുന്നു, നമ്മൾ പരസ്പരം പ്രകോപിപ്പിക്കുന്നു. പരസ്പരം അംഗീകരിക്കുകയും പരസ്പരം പ്രാർത്ഥിക്കുകയും ഒരു മനസ്സോടെ, ഒരു ഹൃദയത്തോടെ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വേലകൾ ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരായ നമ്മൾ പ്രകോപിപ്പിച്ചുകൊണ്ട്, പരസ്പരം ദുഷിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുമ്പോൾ, നമ്മെ തെരഞ്ഞെടുത്ത കർത്താവിനെ നമ്മൾ നിന്ദിക്കുമ്പോൾ അഭിഷേകം നഷ്ടപ്പെടുന്നു, ആത്മീയ ശുഷ്കതയുണ്ടാകുന്നു, ദൈവസാന്നിധ്യം നിർവീര്യമായി പോകുന്നു, ആത്മീയ വന്ധ്യത, സ്പിരിച്വൽ ബാരനസ്. അതുകൊണ്ടെന്താ, ന്യൂ കമേഴ്സ്, പുതിയത് പലരും കടന്നു വരുന്നില്ല, പുതിയ പുതിയ സമർപ്പണങ്ങളിലേക്ക് വരുന്നില്ല, ദൈവരാജ്യ ശുശ്രൂഷകൾക്ക് വേണ്ടി ഫുൾ ടൈമേഴ്സായി അധികം പേര് വരുന്നില്ല, അപ്രകാരം ഒരു കമ്മിറ്റ്മെൻ്റ് എടുക്കുന്നില്ല, കുടുംബമായുള്ള പ്രേക്ഷിത വേലകളൊക്കെ മങ്ങിക്കൊണ്ടിരിക്കുന്നു. ആത്മീയ ശുശ്രൂഷകളിൽ ഒരു ശുഷ്കതയും മന്ദിപ്പും സംഭവിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാന കാരണം തെരഞ്ഞെടുക്കപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൽ വിളിക്കപ്പെട്ട നമ്മൾ പരസ്പരം പ്രകോപിപ്പിക്കുകയും ദുഷിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അപഹസിക്കുകയും ചെയ്തത് മൂലം ദൈവത്തിൻ്റെ അഭിഷേകം വിട്ടുപോവുകയാണ്. സഹോദരങ്ങൾ, ഇത് മനസ്സിലാക്കി അനുതപിക്കണം കർത്താവിൻ്റെ മുമ്പിൽ. പരിശുദ്ധാത്മാവെ അങ്ങേ വേദനിപ്പിച്ചതിനെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. നമ്മൾ റിപ്പൻ്റ് ചെയ്യണം. നഷ്ടപ്പെട്ടു പോയ അഭിഷേകവും കൃപയും നമ്മിൽ കൂടുതൽ പ്രശോഭിക്കുവാൻ നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ഇന്ന് തീരുമാനമെടുക്കാം. കർത്താവ് അഭിഷേകം ചെയ്തവരെ, കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ, കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെ, കർത്താവ് നൽകുന്ന വരദാനങ്ങളെ, പരിശുദ്ധാത്മാവ് നൽകുന്ന അത്ഭുതങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷകളെ ഞാൻ നിന്ദിക്കുകയില്ല, ഞാൻ അപമാനിക്കില്ല, ഞാൻ പരിഹസിക്കില്ല, ഞാൻ ദൂഷിക്കില്ല. പലപ്പോഴും യാഥാർത്ഥ്യങ്ങൾ അറിയാതെ, കൃത്യമായ വിവരങ്ങൾ അറിയാതെയാണ് നമ്മളിങ്ങനെ പലപ്പോഴും ദൂഷിക്കുന്നത്. അതൊരുപാട് സ്വർഗത്തെ വേദനിപ്പിക്കുന്നു. നമുക്ക് തീരുമാനമെടുക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും സാന്നിധ്യവും ദിനംതോറും നമ്മിൽ വർദ്ധിക്കട്ടെ. വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകലാവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം
മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ മഹത്വത്തിൻ സാന്നിധ്യം മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ